ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മളിന്ന് നോക്കുന്ന 8ാം ക്ലാസ്സിലെ ബയോളജിയാണ്. ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി എന്ന വാക്കിനർത്ഥം ജൈവ വൈവിധ്യം എന്നാണ്. നമ്മുടെ എർത്തിൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ, പലതരത്തിലുള്ള സസ്യങ്ങൾ, പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഉണ്ട് അല്ലേ? ഇതെല്ലാം വരുന്നതാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ഒബ്സർവ് ഇല്ലസ്ട്രേഷൻ 17.1 ഷോയിങ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിക്ക് കുറേ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്, പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി വരുന്നുണ്ട്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി വരുന്നുണ്ട്, ജനറ്റിക് ഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. എന്താണ് എക്കോസിസ്റ്റം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് എക്കോസിസ്റ്റം എന്ന്. ഒരു ജീവി ജീവിക്കുന്ന അല്ലെങ്കിൽ കുറേ ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്ലേസ്, ആ പ്ലേസിലുള്ള ആ ഫിസിക്കൽ എൻവയോൺമെൻറ്റും ആ ജീവികളെയും എല്ലാം കൂടെ അവിടെയുള്ള അബയോട്ടിക് ഫാക്ടേഴ്സും എല്ലാം ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന് എന്താ നമ്മൾ എക്സാമ്പിൾ പഠിച്ചേ? വെറ്റ്ലാൻഡ്സ് ഒരു എക്കോസിസ്റ്റമാണ്, മാൻഗ്രോവ് ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ്, ഡെസേർട്ട് ഒരു എക്കോസിസ്റ്റമാണ്, പോണ്ട് ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? എക്കോസിസ്റ്റത്തിനുള്ള എക്സാമ്പിളാണ്. കുറേ ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്ലേസ്, ആ പ്ലേസും അതിൽ വരുന്ന ജീവികളെയും എല്ലാം കൂടെ ചേർത്തിയാണ് നമ്മൾ എന്ത് പറയുക? എക്കോസിസ്റ്റം എന്ന് പറയാം. നമുക്ക് എന്താണ് എക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കാം. The plants, animals and microorganisms in a particular area interact with each other and with abiotic factors. This community along with the physical environment is known as an ecosystem. അപ്പോൾ കുറേ ജീവികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തുള്ള ഫിസിക്കൽ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ അബയോട്ടിക് ഫാക്ടേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്? എക്കോസിസ്റ്റം. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മുടെ എർത്തിൽ പലതരത്തിലുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ? പോണ്ട്, വെറ്റ്ലാൻഡ്, ഡെസേർട്ട്, മാൻഗ്രോവ് ഫോറസ്റ്റ്, കോറൽ റീഫ്, ഐസ് റീജിയൻ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. അതാണ് ഡൈവേഴ്സിറ്റി അറ്റ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം ലെവലിൽ എന്താണ്? പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്, പലതരത്തിലുള്ള എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തെല്ലാം പലതരത്തിലുള്ള ജീവികളും ഉണ്ട്. നെക്സ്റ്റ് വൺ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു എക്കോസിസ്റ്റം എടുത്തു. ഇപ്പം നമ്മൾ ഒരു പോണ്ട് എടുക്കുകയാണെന്ന് വിചാരിക്കും, അതൊരു എക്കോസിസ്റ്റമാണ്. ആ എക്കോസിസ്റ്റത്തിൽ പലതരത്തിലുള്ള സ്പീഷീസ് ഇല്ലേ? തവള ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവും, ക്രാബ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസുകൾ ഉണ്ടാവും അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പീഷീസ് ഡൈവേഴ്സിറ്റി. പലതരത്തിലുള്ള സ്പീഷീസുകൾ കാണുന്നുണ്ട്, അതിനെയാണ് എന്ത് വിളിക്കുക? സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. ഓരോ സ്പീഷീസിൻ്റെ ഉള്ളിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇമേജസ് നോക്കിയിരുന്നു അല്ലേ? എല്ലാം ചെമ്പരത്തിപ്പൂവാണ്, പക്ഷേ ഓരോ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം, ഇതളുകളുടെ വലിപ്പം എല്ലാം വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഓരോ സ്പീഷീസിനുള്ളിലും വീണ്ടും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറുമ്പുകളുടെ കാര്യവും പറഞ്ഞു. ഉറുമ്പുകൾ എത്രയോ 15,000-ഓളം ടൈപ്പിലുള്ള ഉറുമ്പുകൾ നമ്മുടെ ഈ എർത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്പീഷീസിനകത്തും വീണ്ടും എന്തുണ്ട്? ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്തതാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റി. ഇത്രയും ഡൈവേഴ്സിറ്റികൾ, ഇത്രയും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ വിച്ച് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ദാറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്. അവിടെ ഓരോന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ബയോഡൈവേഴ്സിറ്റിനെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ദർ ആർ മോർ ദാൻ 50,000 റൈസ് വെറൈറ്റീസ് ആൻഡ് ഓവർ 1,000 മാംഗോ വെറൈറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താ പറയുന്നത്? ഇന്ത്യയിൽ തന്നെ 50,000-ലധികം റൈസ് വെറൈറ്റീസും 1000-ഓളം മാംഗോ വെറൈറ്റീസും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ഡൈവേഴ്സിറ്റിയിലാണ് വരുന്നത്? ഇത് വരുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റിയിലാണ്. ഒരു സ്പീഷീസിനകത്ത് തന്നെ എന്ത് വരെയാണ്? ഡൈവേഴ്സിറ്റി വരിക. അപ്പോൾ അത് ഏത് ഡൈവേഴ്സിറ്റിയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി.
Then next one, in a forest there are elephants, monkeys, birds, snakes, grasses and even bacteria. ഒരു ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഫോറസ്റ്റിനുള്ളിൽ പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അത് ഏത് ഡൈവേഴ്സിറ്റിയിൽ പെടും? അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. പലതരത്തിലുള്ള സ്പീഷീസുകൾ കാണുന്നുണ്ടെങ്കിൽ അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. നെക്സ്റ്റ് വൺ, ഇൻ എ വില്ലേജ് ദർ ആർ പാഡി ഫീൽഡ്സ്, കോക്കനട്ട് ഗ്രോവ്സ്, ഹിൽസ്, റിവേഴ്സ് ആൻഡ് മാർഷസ്. അപ്പോൾ ഒരു വില്ലേജിൽ പാഡി ഫീൽഡ്സ്, നെൽപ്പാടങ്ങളുണ്ട്, കോക്കനട്ട് ഗ്രൂവ്സ് ഉണ്ട്, ഹിൽസ് കുന്നുണ്ട്, റിവേഴ്സ് ഉണ്ട്, മാർഷസ് ചതുപ്പ് നിലങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏത് ഡൈവേഴ്സിറ്റിയിലാണ് വരുന്നത്? ഇത് എക്കോസിസ്റ്റംസ് ആണല്ലോ. ഇത് ഓരോന്നും ഓരോ എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇത് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയിലാണ് വരുന്നത്. ഓക്കെ, ഷാൽ വി നൗ ഫോർമുലേറ്റ് ആൻ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇപ്പം നമുക്ക് എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടിയില്ലേ? എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയും സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും ജനറ്റിക് ഡൈവേഴ്സിറ്റിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത് ബയോഡൈവേഴ്സിറ്റിയും നമുക്ക് മനസ്സിലായി. പക്ഷെ അതിനൊരു ഡെഫിനിഷൻ വേണ്ടേ? ആ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. All the diverse living organisms on earth, including plants, animals and microorganisms, along with their habitats, together form biodiversity. അപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി? ഈ ഭൂമിയിലുള്ള, ഈ എർത്തിലുള്ള എല്ലാ പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസംസും അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന ഹാബിറ്റാറ്റ്, അവർ ജീവിക്കുന്ന അവരുടെ വാസസ്ഥലവും കൂടെ ചേർന്നതാണ് എന്ത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, all the diverse living organisms on earth, including plants, animals and microorganisms, along with their habitats, together form biodiversity. അപ്പോൾ ഈ ഭൂമിയിൽ, ഈ എർത്തിൽ കാണുന്ന എല്ലാ ലിവിങ് ഓർഗാനിസംസും, അതിൽ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് എല്ലാവരും വരും. അതുപോലെ തന്നെ ഇവരൊക്കെ ജീവിക്കുന്ന അവരുടെ ഹാബിറ്റാറ്റും കൂടെ ചേർന്ന് വരുന്നതാണ് എന്ത് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് മനസ്സിലായി. ഇനി ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത് എന്നാണ് നോക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഒബ്സർവ് ദ പോസ്റ്റർ പ്രിപ്പയർഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് എ സയൻസ് ക്ലബ്. ഒരു സയൻസ് ക്ലബ് സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്ത ഒരു പോസ്റ്ററാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് നമ്മുടെ എർത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു പോസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. May 22 International Day for Biodiversity. Our biodiversity, our food, our health. മെയ് 22 ഇൻ്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ്, നമ്മുടെ ഹെൽത്താണ് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡസ് ദ പോസ്റ്റർ ഇൻഡിക്കേറ്റ്? എന്താണ് ഈ പോസ്റ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ പോസ്റ്ററിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. What roles does the biodiversity play in the survival of living beings, including humans? അതായത് ഓരോ ലിവിങ് ബീയിങ്സിൻ്റെയും, ഈ ഹ്യൂമൻസിൻ്റെ ആയിക്കോട്ടെ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഓരോ ലിവിങ് ബീയിങ്സിൻ്റെയും സർവൈവലിന് ഈ ബയോഡൈവേഴ്സിറ്റിക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമുക്കപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. Biodiversity is essential for the survival of all living beings by providing the foundation for ecosystem services and also ensuring ecological stability. ബയോഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ എർത്തിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ എക്കോസിസ്റ്റം സർവീസസ്. ഓരോ എക്കോസിസ്റ്റത്തിനും വേണ്ട ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ബയോഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി ഇതുപോലെ മുന്നോട്ട് പോവില്ല, പ്രകൃതിയിലെ ലൈഫൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ബയോഡൈവേഴ്സിറ്റി ബെനിഫിറ്റ് ഈച്ച് ലിവിങ് ഓർഗാനിസംസ്? ഓരോ ലിവിങ് ഓർഗാനിസത്തിനും എങ്ങനെയാണ് ഈ ബയോഡൈവേഴ്സിറ്റി യൂസ്ഫുൾ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പോയിന്റ്സ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ്സ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഫ്യൂവൽ ആൻഡ് മെഡിസിൻ. നമുക്ക് വേണ്ട ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഫ്യൂവൽ, അതുപോലെ തന്നെ മെഡിസിൻസ്, അതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നാണ്. മെയിൻറ്റെയിൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് സോയിൽ, എയർ ആൻഡ് വാട്ടർ. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സോയിൽ, എയർ, വാട്ടർ, അതിൻ്റെ എല്ലാം സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ബയോഡൈവേഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. Then next one, helps in nutrient cycling and keep the soil fertile.
ന്യൂട്രിയൻ സൈക്കിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും ബയോഡൈവേഴ്സിറ്റിയാണ്. ഹെൽപ്സ് ഇൻ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ, പോളിനേഷനും സീഡ് ഡിസ്പേഴ്സലിനും സഹായിക്കുന്നുണ്ട്. മെയിൻറ്റെയിൻസ് എക്കോളജിക്കൽ ബാലൻസ്, നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ, നാച്ചുറലായിട്ട് പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് നമുക്ക് കിട്ടുന്ന യൂസസ്. ഫസ്റ്റ് വൺ പ്രൊവൈഡ്സ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഫ്യൂവൽ ആൻഡ് മെഡിസിൻ, മെയിൻറ്റെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് സോയിൽ, എയർ ആൻഡ് വാട്ടർ, helps in nutrient cycling and keep the soil fertile, helps in pollination and seed dispersal, maintain ecological balance, helps in biological pest control. അപ്പോൾ ഇത്രയാണ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് നമുക്ക് കിട്ടുന്ന യൂസസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ ബാലൻസ് ഓഫ് ദി എക്കോസിസ്റ്റം. A representation of a food chain is given in illustration 17.3 below. Analyze it based on the indicators. ഫുഡ് ചെയിൻ എന്താണെന്നും എങ്ങനെയാണ് ഒരു ഫുഡ് ചെയിൻ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഫുഡ് ചെയിനിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് പ്ലാന്റ്സ് ആയിരിക്കും. ദെൻ ആ പ്ലാന്റ്സിനെ കഴിച്ച് ജീവിക്കുന്ന ജീവികളാണ് നെക്സ്റ്റ് വരുന്നത്. ആ ഓർഗനിസത്തെ കഴിക്കുന്ന ജീവികൾ പിന്നീട് വരുന്നു. അങ്ങനെ ഈ ഫുഡ് ചെയിൻ എന്ത് ചെയ്യും, നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എനർജി എങ്ങനെ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് എങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ലീനിയർ റെപ്രസെൻറ്റേഷനാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഒരു ജീവി എങ്ങനെയാണ് മറ്റൊരു ഓർഗനിസത്തിനുള്ള ഫുഡായി മാറുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലീനിയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റിൽ ഫുഡ് ചെയിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. അവിടെ ഏറ്റവും ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പാഡിയാണ്. നമ്മൾ പറഞ്ഞു ഫുഡ് ചെയിൻ്റെ ഏറ്റവും ഫസ്റ്റ് വരുന്നത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്. സ്വന്തമായിട്ട് ഫുഡ് സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് പ്ലാന്റ്സിന് മാത്രമാണ്. അതുകൊണ്ട് ഏതൊരു ഫുഡ് ചെയിനിൻ്റെയും സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരിക്കും, പ്ലാന്റ്സിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള പിക്ചറിൽ ഫസ്റ്റ് വൺ പാഡിയാണ്. പാഡി കൺസ്യൂം ചെയ്യാനായിട്ട് അവിടെ റാറ്റ് ഉണ്ട്. അപ്പോൾ പാഡി കൺസ്യൂം ചെയ്യുന്നത് റാറ്റാണ്. അപ്പോൾ റാറ്റ് അവിടെയുണ്ട്. ദെൻ റാറ്റിനെ കഴിക്കാനായിട്ട് അവിടെ ആരുണ്ട്, സ്നേക്ക് ഉണ്ട്. എലിനെ പിടിക്കാനായിട്ട് അവിടെ പാമ്പുണ്ട്. ദെൻ സ്നേക്കിനെ കഴിക്കാനായിട്ട് ഈഗിൾ ഉണ്ട്. ഓക്കെ, പരുന്തുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫുഡ് ചെയിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഫസ്റ്റ് വൺ പാഡി, ദെൻ റാറ്റ്, സ്നേക്ക്, ഈഗിൾ. ഇതിൽ പ്ലാന്റ്സ് മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ളവരെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുക. അത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കി എല്ലാ ആനിമൽസും എന്താണ്, കൺസ്യൂമേഴ്സ് ആണ്. റാറ്റ്, സ്നേക്ക്, ഈഗിൾ അങ്ങനെ ബാക്കി എല്ലാവരും എന്താണ്, കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇവരെല്ലാവരും ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഡെഡായി കഴിഞ്ഞാൽ അവയെ ഡീകമ്പോസ് ചെയ്യുന്നത് ആരാണ്, ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയുള്ള ഡീകമ്പോസേഴ്സ് ആണ്. അപ്പോൾ ഈ ഓർഗനിസം ഒക്കെ ഡെഡായി കഴിഞ്ഞാൽ അവരുടെ ആ ബോഡി ഡീകമ്പോസ് ചെയ്ത് വീണ്ടും എർത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിലേക്ക് തന്നെ ആ എനർജീനെ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ്. അപ്പോൾ ഡീകമ്പോസേഴ്സും എന്താണ്, നമ്മുടെ ഫുഡ് ചെയിനിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അങ്ങനെ ഈ ഫുഡ് ചെയിനിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫ്രം ഹും ഡസ് ദ ഫുഡ് ചെയിൻ ബിഗിൻ? ആരിൽ നിന്നാണ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും പ്ലാന്റ്സിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പ്ലാന്റ്സ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ആർ ഗ്രീൻ പ്ലാന്റ്സ് ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ്? എന്തുകൊണ്ടാണ് ഗ്രീൻ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബിക്കോസ് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് അവർക്ക് വേണ്ട ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ കൺസ്യൂമേഴ്സ്? ആരാണ് കൺസ്യൂമേഴ്സ് എന്നാണ്. ഓൾ ആനിമൽസ്, എല്ലാ ആനിമൽസും കൺസ്യൂമേഴ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമറി കൺസ്യൂമേഴ്സ്? പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഹെർബിവോഴ്സ് ആണ്. ദേ ആർ ഹെർബിവോഴ്സ്. ഹെർബിവോഴ്സ് എന്ന് വെച്ചാൽ സസ്യബുക്കുകളാണ്. സസ്യങ്ങൾ മാത്രം, സസ്യങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിച്ച് ജീവിക്കുന്നവരാണ് ഹെർബിവോഴ്സിൽ വരുന്നത്. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഹെർബിവോഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്? സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്ന ആളുകൾ, ഓർഗനിസംസ് ആണ് സെക്കൻഡറി കൺസ്യൂമേഴ്സിൽ വരുന്നത്. അതിൽ ഒന്നെങ്കിൽ കാർണിവോഴ്സ് വരാം, അതല്ലെങ്കിൽ ഒംനിവോഴ്സ് വരാം. ഓക്കെ, ദേ ആർ
കാർണിവോഴ്സ് ഓർ ഒംനിവോഴ്സ് ദേ ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്ന കാർണിവോഴ്സോ അല്ലെങ്കിൽ ഒംനിവോഴ്സോ ആയിട്ടുള്ള ഓർഗനിസംസ് ആണ് സെക്കൻഡറി കൺസ്യൂമേഴ്സിൽ വരുന്നത്. കാർണിവോഴ്സ് എന്ന് വെച്ചാൽ മാംസബുക്കുകളാണ്, ഒംനിവോഴ്സ് എന്ന് വെച്ചാൽ മിശ്രബുക്കാണ്. മാംസവും കഴിക്കും സസ്യവും കഴിക്കും, അങ്ങനത്തെ ആളുകളാണ് ഒംനിവോഴ്സിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻസ് ഒക്കെ ആണെങ്കിൽ എന്തിൽ വരും? ഹ്യൂമൻസ് ഒക്കെ ഒംനിവോഴ്സിൽ വരുന്ന ആളുകളാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ടെറിഷറി കൺസ്യൂമേഴ്സ്? ആരാണ് ടെറിഷറി കൺസ്യൂമേഴ്സിൽ വരുന്നത് എന്നാണ്. ടെറിഷറി കൺസ്യൂമേഴ്സിൽ വരുന്ന ഓർഗനിസം എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്ന എല്ലാ ഓർഗനിസവും ടെറിഷറി കൺസ്യൂമേഴ്സ് ആണ്. ടെറിഷറി കൺസ്യൂമേഴ്സ് ആർ അനിമൽസ് ദാറ്റ് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്ന എല്ലാ ആനിമൽസും ഏതിൽ വരുന്നു? ടെറിഷറി കൺസ്യൂമേഴ്സിൽ വരുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ ദ ഫുഡ് ചെയിൻ? ഫുഡ് ചെയിനിലെ ഡീകമ്പോസേഴ്സിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡീകമ്പോസേഴ്സ് ആണ് ഓരോ ഡെഡ് ആയിട്ടുള്ള മാറ്ററിനെയും എന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്യുന്നത്, വിഘടിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ ഓരോ ഓർഗനിസത്തെയും അവരുടെ ആ ബോഡീനെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ മണ്ണിലേക്ക് വീണ്ടും എത്തിക്കുന്ന ആളുകളാണ് ഡീകമ്പോസേഴ്സ്. ദേ ബ്രേക്ക് ഡൗൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ആൻഡ് റിട്ടേണിങ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ടു ദ എക്കോസിസ്റ്റം. ഡെഡായിട്ടുള്ള മാറ്റേഴ്സിനെയൊക്കെ വിഘടിപ്പിക്കുകയും ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിൽ നിന്ന് ആവശ്യമുള്ള ന്യൂട്രിയൻസിനൊക്കെ വീണ്ടും നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ്. ഓക്കെ, ഇനി എന്താണ് ഫുഡ് വെബ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എ ഫുഡ് വെബ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ് ഫൗണ്ട് ഇൻ എൻ എക്കോസിസ്റ്റം. ഫുഡ് വെബ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഫുഡ് ചെയിനുകൾ. ഓരോ ഫുഡ് ചെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള പല ഫുഡ് ചെയിനുകൾ ചേർന്നതാണ് ഫുഡ് വെബ്. ഒരുപാട് ഫുഡ് ചെയിനുകൾ ഒരുമിച്ച് ചേർന്നതാണ് എന്ത്? ഫുഡ് വെബ്. എ ഫുഡ് വെബ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ് ഫൗണ്ട് ഇൻ എൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഫുഡ് ചെയിനുകളുടെ ഒരു കൂട്ടമാണ് എന്ത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ സൈഡിലായിട്ട് എന്താണ് ഡീകമ്പോസേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയ, ഫംഗി ആൻഡ് അതർ ഓർഗനിസംസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ കോംപ്ലെക്സ് മോളിക്യൂൾസ് ഇൻ dead bodies and other remains in the ecosystem into simpler molecules and return them to nature are called decomposers. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ബാക്ടീരിയ, ഫംഗസ് അതുപോലുള്ള ചില ഓർഗനിസംസ് എന്ത് ചെയ്യും? ഡെഡ് ബോഡീസ്, അങ്ങനത്തെ ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ മറ്റു മാറ്റേഴ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? കോംപ്ലെക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ച് സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് ന്യൂട്രിയൻസിനേക്ക് എന്ത് ചെയ്യും? നമ്മുടെ നേച്ചറിലേക്ക് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെയാണ് എന്ത് വിളിക്കുക? ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുക. ഡെഡായിട്ടുള്ള മാറ്റർ, ഡെഡ് മാറ്ററിൽ നിന്ന് കോംപ്ലെക്സ് മോളിക്യൂൾസിനെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് മാറ്റി അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ എർത്തിലേക്ക് തന്നെ തിരിച്ച് വിടുകയും ചെയ്യുന്ന ആളുകളാണ് ഡീകമ്പോസേഴ്സ്. ഇനി അവിടെ ഒരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് എ ഫുഡ് വെബ് യൂസിങ് ദ ഗിവൺ ഓർഗനിസംസ്. അവിടെ കുറച്ച് ഓർഗനിസംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ചിട്ടൊരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഫുഡ് വെബിൻ്റെ പിക്ചർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് എന്താണ് ഫുഡ് വെബ് എന്ന് മനസ്സിലാക്കുക. പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഫുഡ് ചെയിനുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ ചേർക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫുഡ് വെബ് എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ടോപ്പിക്ക് ട്രോഫിക് ലെവലാണ്. ഒരു ഫുഡ് ചെയിനിൽ ഓരോ ഓർഗനിസത്തിൻ്റെയും പൊസിഷൻ എവിടെയാണെന്ന് കാണിക്കുന്നതാണ് ട്രോഫിക് ലെവൽ. ഓക്കെ, ദ പൊസിഷൻ ഓഫ് എൻ ഓർഗനിസം ഇൻ എ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് എ ട്രോഫിക് ലെവൽ. ഒരു ഫുഡ് ചെയിനിൽ ഒരു ഓർഗനിസത്തിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് കാണിക്കുന്നതാണ് എന്ത്? ട്രോഫിക് ലെവൽ. ഓക്കെ, അപ്പം നമ്മുടെ ട്രോഫിക് ലെവലിൽ ഫസ്റ്റ് വരുന്നത് പ്ലാന്റ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത്. ദെൻ ട്രോഫിക് ലെവൽ 2 വരുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. ട്രോഫിക് ലെവൽ 3 വരുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. ടെറിഷറി കൺസ്യൂമേഴ്സ് ആണ് 4ാമത്തെ ട്രോഫിക് ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ദ പൊസിഷൻ ഓഫ് എൻ ഓർഗനിസം ഇൻ എ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് എ ട്രോഫിക് ലെവൽ. ഒരു ഫുഡ് ചെയിനിൽ ഒരു ഓർഗനിസത്തിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രോഫിക് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Since food chain begins with plants, they are placed at the first trophic level. ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റ്സിലായതുകൊണ്ട്
ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഹെർബിവോർസ് ദാറ്റ് ഡയറക്ട്ലി ഫീഡ് ഓൺ പ്ലാന്റ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ. ഇനി സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് ഹെർബിവോർസ് ആണ്, പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത്. ഇനി അവരെ കഴിക്കുന്ന കാർണിവോർസ് ആണ് ഏതിൽ വരുന്നത്? തേർഡ് ട്രോഫിക് ലെവലിൽ. തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് കാർണിവോർസ് അല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് എവിടെ വരുന്നത്? തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് കാർണിവോർസ് ആണ്. കാർണിവോർസ് ദാറ്റ് ഈറ്റ് ഹെർബിവോർസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ തേർഡ് ട്രോഫിക് ലെവൽ. ഹെർബിവോർസിനെ കഴിക്കുന്ന കാർണിവോർസ് ആണ് തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത്. ഓർഗാനിസംസ് ദാറ്റ് പ്രേ ഓൺ ദോസ് അറ്റ് ദ തേർഡ് ട്രോഫിക് ലെവൽ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർത്ത് ട്രോഫിക് ലെവൽ. ഇനി തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്ന ഓർഗാനിസത്തെ കഴിക്കുന്ന ആൾക്കാരാണ് ഏതിൽ വരുന്നത്? ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരുന്നത്. ആസ് ദ ഫുഡ് വെബ് ബിക്കം മോർ കോംപ്ലെക്സ് എ സിംഗിൾ ഓർഗാനിസംസ് ക്യാൻ ബിലോങ് ടു ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ്. അതായത് ചില ഓർഗാനിസംസ് ഒക്കെ ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലിൽ വരാറുണ്ട്. അതെന്ത് ചെയ്യും? നമ്മുടെ ഈ ഫുഡ് വെബിനെ കുറച്ചും കൂടെ കോംപ്ലെക്സ് ആക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫുഡ് ചെയിനിൽ ഒരു ഓർഗാനിസത്തിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് കാണിക്കുന്നതാണ് ട്രോഫിക് ലെവൽ. ഫുഡ് ചെയിൻ തുടങ്ങുന്നത് പ്ലാന്റ്സിൽ നിന്നായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ദെൻ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോർസ് ആണ്. ദെൻ തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് ഹെർബിവോർസിനെ കഴിക്കുന്ന ഓർഗാനിസംസ്, അതായത് കാർണി അല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദെൻ ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരുന്നത് ടെറിഷറി കൺസ്യൂമേഴ്സ് ആണ്. കാർണിവോർസിനെ കഴിക്കുന്ന ടെറിഷറി കൺസ്യൂമേഴ്സ് ആണ് ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ 4 ട്രോഫിക് ലെവലാണുള്ളത്. ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ പ്രൊഡ്യൂസേഴ്സ്, സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്, തേർഡ് ട്രോഫിക് ലെവലിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ഫോർത്ത് ട്രോഫിക് ലെവലിൽ ടെറിഷറി കൺസ്യൂമേഴ്സ്. അങ്ങനെയാണ് ആ ട്രോഫിക് ലെവലിലെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇനി അവിടെ ഇതിനെ ബേസ് ചെയ്തിട്ട് 2-3 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ദ ട്രോഫിക് ലെവൽ വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് ഓർഗാനിസം. മാക്സിമം നമ്പർ ഓർഗാനിസം ഉള്ള ട്രോഫിക് ലെവൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ട്രോഫിക് ലെവൽ 1 ആണ്. ഫസ്റ്റ് ട്രോഫിക് ലെവലിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉള്ളത്. നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ, ട്രോഫിക് ലെവലിൻ്റെ പിക്ചർ അവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പിരമിഡ് ഷേപ്പാണ്. ഏറ്റവും താഴെയാണ് ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് ഉള്ളത്. ബേസിൽ ഓർഗാനിസത്തിൻ്റെ എണ്ണം കൂടുതലും അവിടെ നിന്ന് ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് പോകും തോറും ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് ഒരു പിരമിഡ് ഷേപ്പിലാണ് ട്രോഫിക് ലെവൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രോഫിക് ലെവലിൽ ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് വരുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിലാണ്. ദ ട്രോഫിക് ലെവൽ വിത്ത് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഓർഗാനിസം. ഏറ്റവും കുറച്ച് നമ്പർ ഓർഗാനിസം ഉള്ള ട്രോഫിക് ലെവൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം ഇല്ലാണ്ട് പറയാം, ലാസ്റ്റ് വരുന്ന ഫോർത്ത് ട്രോഫിക് ലെവലാണല്ലേ. അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറഞ്ഞ് വന്ന് ഏറ്റവും കുറവ് വരുന്നത് ഫോർത്ത് ട്രോഫിക് ലെവലിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഡിസപ്പിയറൻസ് ഓഫ് ടോപ്പ് ലെവൽ ഓർഗാനിസംസ് ഇൻ എ ട്രോഫിക് ലെവൽ അഫക്ട് ദ ബാലൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതായത് ടോപ്പ് ലെവലിൽ നിന്ന് ഒരു ഓർഗാനിസം, ടോപ്പ് ലെവലായിട്ടുള്ള ട്രോഫിക് ലെവലിൽ നിന്ന് ഒരു ഓർഗാനിസം നഷ്ടപ്പെട്ടു പോവുക, ഡിസപ്പിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ എങ്ങനെ ബാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ടോപ്പ് ലെവലിലുള്ള ട്രോഫിക് ലെവലിൽ ഒരു ഓർഗാനിസം പോയി കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസം ഡിസപ്പിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഓർഗാനിസം അതിൻ്റെ ഇരകളുടെ എണ്ണം എന്ത് ചെയ്യും? അത് നിറയെ കൂടുമല്ലേ. ഇപ്പോൾ പരുന്താണ് ഫോർത്ത് ട്രോഫിക് ലെവലിൽ എന്ന് വിചാരിക്കും. ആ പരുന്തുകൾ ഡിസപ്പിയർ ചെയ്ത് പോയി എന്ന് വെച്ചാൽ ആ പരുന്തുകൾ എന്തിനെയാണോ കഴിച്ചിരുന്നത് ആ ജീവികളുടെ എണ്ണം എന്ത് ചെയ്യും? ക്രമാതീതമായിട്ട് കൂടുമല്ലേ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കൂടും. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് കഴിക്കുന്ന ജീവികളുടെ എണ്ണം വല്ലാതെ കുറയും. അങ്ങനെ ഓരോ ജീവികളുടെ എണ്ണത്തിൽ വളരെ വ്യത്യാസം വരും. ഒരു ജീവിയാണ് നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിനെ തന്നെ എന്ത് ചെയ്യും? അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തു പറയാം? ദ ഡിസപ്പിയറൻസ് ഓഫ് ടോപ്പ് ലെവൽ ഓർഗാനിസംസ് ഇൻ എ ട്രോഫിക് ലെവൽ leads to overpopulation of their prey and also lead to instability in the ecosystem and biodiversity. അതായത് നമ്മൾ ടോപ്പ് ട്രോഫിക് ലെവലിൽ നിന്ന് ഒരു ഓർഗാനിസം നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പ്രേകളുടെ എണ്ണം കൂടും. അത് കഴിക്കുന്ന അതിൻ്റെ ഇരയായിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ എണ്ണം വല്ലാതെ കൂടുകയും നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെയും ബയോഡൈവേഴ്സിറ്റിയുടെയൊക്കെ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഇക്കോസിസ്റ്റം, എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ ബാലൻസ് എങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക, എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി കൊണ്ടുള്ള നമുക്ക് യൂസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.